ഏവർക്കും ലീഡ് ഐഎഎസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി മിസോറാം. 72ാമത് ലോക സുന്ദരി പട്ടം ചൂടി തായ്ലൻഡിന്റെ ഒപാൽ സുചാത ചുവാങ്ഷെ 7 സമ്മിറ്റ്സ് ചാലഞ്ച് പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന പദവി നേടി വിശ്വനാഥ് കാർത്തികേയ പതകന്ധി. ചൊവ്വയുടെ കഴിഞ്ഞ 25,000 വർഷത്തെ ഭൂമിശാസ്ത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ധാതുവിനെ കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമായ എക്സ് ചാറ്റ് പുറത്തിറക്കി ഇലോൺ മസ്ക്. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എത്തി വിഴിഞ്ഞം തുറമുഖം. ലോകത്തെ ഏറ്റവും വലിയ പാമ്പിനെ കണ്ടുപിടിച്ച് ശാസ്ത്രലോകം. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി മിസോറാം. ഉല്ലാസ് പദ്ധതിക്ക് കീഴിലാണ് മിസോറാമിന്റെ ഈ നേട്ടം. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നിലവിൽ വന്ന പദ്ധതിയാണ് ഉല്ലാസ് അഥവാ അണ്ടർസ്റ്റാൻഡിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. രാജ്യത്ത് അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, അതുപോലെ ജനങ്ങളുടെ തൊഴിൽക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ഉല്ലാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ ഭാഗമായി 2023 മുതൽ രാജ്യമെമ്പാടും നടത്തിയ ഡോർ ടു ഡോർ സർവേയിലൂടെയാണ് മിസോറാമിനെ ഇന്ത്യയിലെ പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്. 95% എന്ന ഉല്ലാസിന്റെ ബെഞ്ച് മാർക്ക് ലിറ്ററസി റേറ്റിനെ മറികടന്ന് 98.2%-ലെത്തിയിരിക്കുകയാണ് മിസോറാമിന്റെ സാക്ഷരത. രാജ്യമെമ്പാടുമുള്ള സംസ്ഥാനങ്ങൾക്ക് നല്ലൊരു മാതൃകയായി, പ്രത്യേകിച്ച് മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായി മാറിയിരിക്കുകയാണ് മിസോറാമിന്റെ ഈ നേട്ടം. 72ാമത് ലോക സുന്ദരി പട്ടം ചൂടി തായ്ലൻഡിന്റെ ഒപാൽ സുചാത ചുവാങ്ഷി. ഹൈദരാബാദിലെ ഹൈടെക് എക്സിബിഷൻ സെന്ററിലാണ് ഇത്തവണത്തെ മിസ് വേൾഡ് ഫൈനൽ അരങ്ങേറിയത്. ബിഗ് 4 എന്നറിയപ്പെടുന്ന ലോകത്തിലെ 4 പ്രധാന സൗന്ദര്യ മത്സരങ്ങളിൽ ഒന്നാണ് മിസ് വേൾഡ്. ബ്യൂട്ടി വിത്ത് എ പർപ്പസ് എന്നതാണ് ഈ മത്സരത്തിന്റെ ആപ്തവാക്യം. വെറും ശാരീരിക സൗന്ദര്യത്തിൽ നിന്ന് സാമൂഹിക ഉത്തരവാദിത്വത്തിലേക്കുള്ള സ്ത്രീകളുടെ ഉന്നമനത്തെയാണ് ഈ മത്സരം സൂചിപ്പിക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 17-നും 27-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1951 ആരംഭിച്ച ഈ മത്സരത്തിൽ ഇതുവരെ 6 ഇന്ത്യൻ വനിതകളാണ് കിരീടം ചൂടിയത്. ആദ്യമായി തായ്ലൻഡിലേക്ക് മിസ് വേൾഡ് കിരീടം എത്തുന്നു എന്ന പ്രത്യേകത ഈ വർഷത്തെ മത്സരത്തിനുണ്ട്. 7 സമ്മിറ്റ്സ് ചാലഞ്ച് പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന പദവി നേടി വിശ്വനാഥ് കാർത്തികേയ പതകന്ധി. 16 വയസ്സുകാരനാണ് വിശ്വനാഥ്. ലോകത്തിലെ 7 വൻകരകളിലെയും ഏറ്റവും ഉയരമുള്ള പർവ്വതം കീഴടക്കുക എന്ന ഏറെ ദുഷ്കരമായ ചലഞ്ചാണ് 7 സമ്മിറ്റ്സ് ചാലഞ്ച്. ഏഷ്യയിലെ മൗണ്ട് എവറസ്റ്റ്, സൗത്ത് അമേരിക്കയിലെ അക്കോൺകാഗ്വ, നോർത്ത് അമേരിക്കയിലെ ഡെനാലി, ആഫ്രിക്കയിലെ കിളിമഞ്ജാരോ, യൂറോപ്പിലെ മൗണ്ട് എൽബ്രസ്, അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ, ഓസ്ട്രേലിയയിലെ മൗണ്ട് കൊസൈസ്കോ എന്നിവയാണ് ഈ 7 പർവ്വതങ്ങൾ. പർവ്വതാരോഹണത്തിലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 7 കൊടുമുടികൾ കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അമേരിക്കൻ പർവ്വതാരോഹകനായ ജോർദാൻ റൊമേറോ ആണ്. അദ്ദേഹം 15 വയസ്സുള്ളപ്പോഴാണ് ഈ നാഴികക്കല്ല് പിന്നിടുന്നത്. ചൊവ്വയുടെ കഴിഞ്ഞ 25,000 വർഷത്തെ ഭൂമിശാസ്ത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ധാതുവിനെ കണ്ടുപിടിച്ച് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. ചൊവ്വയിൽ വളരെ സാധാരണയായി കാണപ്പെടുന്ന ജാറോസൈറ്റിനാണ് ഈ പ്രത്യേകത ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. മഞ്ഞ കലർന്ന തവിട്ടു നിറത്തിലുള്ള ഒരു ധാതുവാണ് ജാറോസൈറ്റ്. പൊട്ടാസ്യം, ഇരുമ്പ്, സൾഫേറ്റ് എന്നിവ ചേർന്ന പദാർത്ഥം കൂടിയാണിത്. ഭൂമിയിൽ ഇത് അഗ്നിപർവ്വത മേഖലകൾ, മരുഭൂമികൾ എന്നിവിടങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നു. ജലത്തിൻ്റെയും ആസിഡിൻ്റെയും സാന്നിധ്യത്തിൽ മാത്രമേ ജാറോസൈറ്റിന് രൂപം കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഒരു കാലത്ത് ചൊവ്വയിൽ ജലത്തിൻ്റെയും ആസിഡിൻ്റെയും സാന്നിധ്യം നിലനിന്നിരുന്നു എന്നതിൻ്റെ നിർണായക തെളിവായി ജാറോസൈറ്റ് മാറുന്നു. നെക്സ്റ്റ് ജനറേഷൻ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമായ എക്സ് ചാറ്റ് പുറത്തിറക്കി ഇലോൺ മസ്ക്. വാട്സാപ്പ്, ടെലിഗ്രാം എന്നീ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾക്ക് വെല്ലുവിളിയാകാൻ ഒരുങ്ങുകയാണ് എക്സ് ചാറ്റ്. വാട്സപ്പ്, ടെലിഗ്രാം, വീചാറ്റ് തുടങ്ങിയ ജനപ്രിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളുമായി മത്സരിക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിൽ എലോൺ മസ്കിന്റെ എക്സ് എന്ന കമ്പനിയാണ് പുതിയ മെസ്സേജിംഗ് സേവനമായ എക്സ് ചാറ്റ് ആരംഭിച്ചത്. സുരക്ഷയിലും ക്രോസ് പ്ലാറ്റ്ഫോം പ്രവർത്തനത്തിലും ഊന്നൽ നൽകി രൂപകൽപ്പന ചെയ്ത എക്സ് ചാറ്റ് മെസ്സേജിംഗ്, ഫയൽ പങ്കിടൽ, ഓഡിയോ വീഡിയോ കോളിംഗ് എന്നിവ സംയോജിപ്പിച്ച് മസ്കിന്റെ ഒരു ഓൾ ഇൻ വൺ സൂപ്പർ ആപ്പിനായുള്ള കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന ഘടകമായി മാറാനാണ് ലക്ഷ്യമിടുന്നത്.
ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലെത്തി വിഴിഞ്ഞം തുറമുഖം. MSC ഐറീനയ്ക്ക് 4 ഫുട്ബോൾ സ്റ്റേഡിയങ്ങളെക്കാൾ വലുപ്പം. കണ്ടെയ്നർ ശേഷിയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് ഐറീനയെ പ്രവർത്തിപ്പിക്കുന്നത്. 2023 പ്രവർത്തനം ആരംഭിച്ച ഐറീനയ്ക്ക് 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുണ്ട്. MSC ഐറീന എത്തുന്ന രാജ്യത്തെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം. ചൈന, കൊറിയ, സിംഗപ്പൂർ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. MSC ഐറീനയുടെ ക്യാപ്റ്റൻ മലയാളിയാണെന്ന പ്രത്യേകതയുമുണ്ട്. ആമസോൺ കാടുകളിലെ ഭീമൻ അനക്കൊണ്ട പാമ്പുകളുടെ സിനിമ കണ്ട് പേടിച്ചവരായിരിക്കും നമ്മളിൽ പലരും, അല്ലേ? ഇപ്പോഴിതാ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാമ്പിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ആമസോൺ കാടുകളെ. മുൻപ് അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു ഭീമൻ ആനക്കൊണ്ട ഇനം പാമ്പിനെ ആമസോണിൽ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. 26 അടി ഉയരത്തിൽ എത്താൻ കഴിവുള്ളതും 500 കിലോഗ്രാം ഭാരമുള്ളതുമായ ഈ ഇനം പാമ്പിനെ നോർത്തേൺ ഗ്രീൻ ആനക്കൊണ്ട എന്ന് വിളിക്കുന്നു. ഇക്വഡോറിൽ നിന്നാണ് ഈ പാമ്പിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. പൊതുവെ ഗ്രീൻ ആനക്കൊണ്ടകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇനം പാമ്പുകളായി അറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നോർത്തേൺ ഗ്രീൻ ആനക്കൊണ്ടകൾക്ക് സദേൺ ഗ്രീൻ ആനക്കൊണ്ടകളിൽ നിന്ന് 5.5% ജനിതക വ്യത്യാസം ഉണ്ടെന്ന് ശാസ്ത്രലോകം പറയുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.